മങ്കോട്ടിൽ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഒരു 10,000 മീറ്റേഴ്സിൻ്റെ റേസിൽ ഒരു അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ഭയങ്കര എനർജി തോന്നുന്നുണ്ടല്ലോ. അത് സ്വാഭാവികമായിട്ടും ഈ സാധാരണ മത്സരങ്ങൾക്ക് പോകുമ്പം മത്സരാർത്ഥി മാത്രമാണല്ലോ ഓടുക. ഇത് നമ്മൾക്ക് വേണ്ടിയിട്ട് ഗ്രൗണ്ടും ഗാലറിയും ഫുള്ള് ഓടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി, ഗാലറി നമുക്ക് അനുകൂലമാകുന്ന ഒരു പോസിറ്റിവിറ്റി വളരെ വലുതാണ് ജനാധിപത്യ പോരാട്ടത്തിൽ. അപ്പോൾ അതിൻ്റെ മെച്ചമുണ്ട്. ആദ്യത്തെ ലാപ്പിൽ പതുക്കെയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒന്ന് പുറകെ പോയെന്ന് തോന്നി? പിന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മുന്നിലേക്ക് പോകാൻ കഴിയില്ല. കാരണം അത് വ്യക്തിപരമായി എനിക്കെന്നല്ല, കാരണം നമ്മളിവിടെ ബാറ്റ് ചെയ്യുന്ന സെക്കുലർ ഫാബ്രിക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പുറകെ പോകാൻ കഴിയില്ല. അങ്ങനെ പുറകിൽ പോകുന്ന സ്ഥലമല്ല പാലക്കാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആത്മവിശ്വാസം എപ്പോഴും ഉണ്ട്. പിന്നെ നമുക്ക് ഈ ബഹളം വയ്ക്കുകയോ അമിതാവേശം കാണിക്കുകയോ അട്ടഹസിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഗ്രൗണ്ടിൽ, നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ നമ്മൾ കളിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ബഹളം വെക്കണ്ട, ഒച്ചവെക്കണ്ട, കളി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഈ മറ്റേ വിവാദം, ഈ ട്രോളി വിവാദത്തിന് ശേഷമാണെന്ന് രാഹുൽ ഒന്ന് മുന്നിലോട്ട് വന്നു എന്നാണ് തോന്നുന്നത്. ഇല്ലില്ല, ഞാൻ തുടക്കത്തിൽ തൊട്ട് ഇവിടെ സ്ഥാനാർത്ഥിയെ വന്നപ്പോൾ തൊട്ട്, അത് എൻ്റെ മെച്ചം കൊണ്ടല്ല, സ്ഥാനാർത്ഥിയെ വന്നപ്പോൾ തൊട്ട് UDFൻ്റെ സ്ഥാനാർത്ഥി, മതേതര മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള മെച്ചം ഫസ്റ്റ് ലാപ്പ് തൊട്ടുണ്ട്. അത് ലാസ്റ്റ് ലാപ്പ് വരെയും അതിൻ്റെ റിസൾട്ട് വരെയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ ഉണ്ട് സന്ദീപ് വാര്യർ വന്നു, ഇതുവരെ BJP ഉണ്ടെന്ന ഒരാൾ വന്നു. അത് നല്ല രാഹുൽ പറഞ്ഞാണ്. എങ്കിലും ഇപ്പോൾ അത് ഈ ന്യൂനപക്ഷ മേഖലയിൽ എന്താ ഇമ്പാക്റ്റ് ഇപ്പോൾ അവിടെയാണ് പ്രചാരണം നടത്തുന്നത്? അതായത് അങ്ങനെ ഇതിനകത്ത് അങ്ങനെ പിന്നെ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ പറയുന്ന വ്യത്യാസമില്ല. വർഗീയ ചേരിയിൽ ഒരാൾ പോലും നിൽക്കാൻ പാടില്ല. എല്ലാവരും മതേതര ചേരിയുടെ ഭാഗമാകണം എന്നുള്ളത് ഇന്ത്യയുടെ പൊതുവായ താല്പര്യമാണ്. ഇന്ത്യയുടെ മതേതര മനസ്സിൻ്റെ താല്പര്യമാണ്. ആ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് RSSൻ്റെ സർസംഘചാലക് ആ നിലപാടുകൾ തിരുത്തി മതേതര മുന്നണിയുടെ ഭാഗമാകണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇന്ത്യക്കാർ. അങ്ങനെയുള്ളപ്പോഴാണ് ശ്രീ സന്ദീപ് വാര്യരെ പോലൊരാൾ അദ്ദേഹത്തിൻ്റെ മുൻ നിലപാടുകൾ തിരുത്തി അദ്ദേഹം വരുമ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വലിയ ആവേശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആവേശം നാളെയും മറ്റന്നാളും 23 ഉണ്ടാവും. 23 ആവേശം ഉണ്ടാവണം കേട്ടോ. അപ്പോൾ കോൺഫിഡൻസ് വളരെ കൂടുതലാണ്. ആദ്യ ലാപ്പിൽ വിവാദങ്ങൾ വന്നപ്പോൾ ഒന്ന് സരിനൊരു മേൽക്കൈ വന്ന പോലെ തോന്നി. പക്ഷേ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ, അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ രാഹുൽ മങ്കോട്ടത്തിൽ ഒരുപടി മുന്നിലായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നത്. അരുൺ കിഷോറിനൊപ്പം G പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.